പൈസ ഉള്ളതും വിശുദ്ധമായി ഇങ്ങനെ നടക്കുന്നവർക്ക് മാത്രമുള്ളതല്ലല്ലോ സഭയെന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെടുത്തുവാൻ അവരുടെ സ്ഥാനം തെറ്റിക്കിടക്കുന്നവരാ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്. അവരെ അവരുടെ സ്ഥാനത്ത് കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും സുവിശേഷകരും അപ്പോസ്തലന്മാരും ഒക്കെ ചെയ്ത് കൂട്ടി ശരീരത്തെ വളർത്തുക ചെയ്യുന്നത്, തളർത്തുവല്ല. ആ ശരീരത്തെ വളർത്താൻ എന്താ എങ്ങനെ വളരാം? യേശുവായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. ഞാൻ ഇന്ന് എടുത്ത് വീണ്ടും പറയാം, നിങ്ങളുടെ ആത്മീയത വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. അതുകൊണ്ടാണ് യേശു തൻ്റെ കാര്യങ്ങൾ പത്രോസ് ഇങ്ങനെ പറയുന്നത്, നീതിയായി വിധിക്കുന്നവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അപ്പം നമ്മുടെ എല്ലാം വെല്ലുവിളികളും നമ്മൾ വാദിക്കാനും നമ്മൾ തർക്കിക്കാനും എന്തിനാ പോകുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. ഞാൻ നല്ലവനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. യേശു നിങ്ങൾ നല്ലവരാന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനേക്കാളും വലിയൊരു സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക്.